തട്ടുകടയിൽ കിട്ടുന്ന ആ ഒരു വെറൈറ്റി ഉണ്ണിയപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 4 ചെറുപ്പഴം, പിന്നെ 2 ഏലക്ക, 1 ടീസ്പൂൺ പഞ്ചസാര, മെൽറ്റാക്കിയെടുത്ത് 1 ടീസ്പൂൺ ശർക്കരപ്പാനി ഇവയൊഴിച്ച് നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 250 ml ഒരു കപ്പ് റവ, ഇതേപോലെ തന്നെ മൈദ, അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി 250 ml ഒരു കപ്പ് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത നമ്മുടെ പഴവും ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മിക്സിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. മിക്സിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ രുചി തന്നെ ഇരിക്കുന്നത്. വളരെ രുചികരമായ ഒരു ഐറ്റമാണ്. ശർക്കരപ്പാനി 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്ത് മെൽറ്റാക്കിയിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഇതുപോലെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൻ്റെ പരുവത്തിലൊന്നാക്കിയെടുക്കാൻ. കൂട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഉണ്ണിയപ്പ ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് നമുക്ക് കോരി ഒഴിക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് കുത്തിയെടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.